ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബൈക്കിന് ബാക്ക് ടയർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ടയർ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന സൈസ് എന്ന് പറയുന്നത് 80, 100, 17 നമ്മൾ കുറച്ച് അപ്സൈസ് ചെയ്യാനൊക്കെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാകുന്നു. ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ടയർ മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ബൈക്ക്, പ്ലാറ്റിന എച്ച് ഗിയറാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാക്ക് റിയൽ ടയർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. റിയൽ ടയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. കണ്ടീഷൻ ഓൾമോസ്റ്റ് 27 കിലോ വണ്ടി ഓടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ടയർ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമാവും കഴിയുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ ഗോപ്രോയിൽ ഡയറക്റ്റാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം ഓഡിയോ ക്ലിയർ ആവുമെന്നറിയില്ല. അത് ഇത്രയും പെട്ടെന്ന് റെഡിയാക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിനൊക്കെ അടുത്തുള്ള ജംഗ്ഷൻ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്കുണ്ട്. അത് ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ടയർ ഷോപ്പിലേക്ക് പോകണം. ഇവിടെ വീഡിയോ ഫോട്ടോ കാണാൻ ശ്രമിക്കുക. നമുക്കിനി ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇടത്തോട്ട് തിരിഞ്ഞ് ജംഗ്ഷനിൽ തിരക്കുണ്ടെന്ന് വെച്ചാൽ തിരക്കുണ്ട്, ഇല്ലെന്ന് വെച്ചില്ല. ആ ഒരു കണ്ടീഷനാണ്. അങ്ങനെ നമ്മുടെ ടയർ ഷോപ്പിലേക്ക് ഏകദേശം എത്തി. അത് വണ്ടി വെച്ച് നമുക്ക് അകത്തോട്ട് കയറണം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടയർ സൈസ് ഉണ്ടാകുന്ന നോക്കണം. ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒന്ന് സാധനം മാറ്റിയിടണം, വേറെ ഷോപ്പിലേക്ക് പോകും. അങ്ങനെ നമ്മൾ പറഞ്ഞ ടയർ സൈസ് ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരുവിധം എല്ലാവരുടെയും ടയറുകളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം. ബാക്ക് ടയർ നമ്മൾ ഇളക്കുകയാണ്. ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ പുതിയ ടയർ റീപ്ലേസ് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വണ്ടിയുടെ ടയർ ഇളക്കുന്നത്. ഞാൻ ടയർ ഇളക്കിക്കൊണ്ട് പോയി. നമുക്കിനി ടയർ മാറുന്ന കൂടെ കാണാം. മച്ചാൻ വരെ ഇതാണ് നമ്മുടെ ടയറിൻ്റെ കണ്ടീഷൻ. നമുക്ക് കണ്ടാൽ എത്രത്തോളം അറിയാമെന്ന് വെച്ചാൽ അറിയണ്ട. കാരണം തീർന്നിരിക്കുകയാണ്. നമുക്ക് പിടിച്ചൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. തീർന്ന് അറ്റം പറ്റിയ ടയർ. നമുക്ക് പുതിയ ടയർ വരും. നമുക്ക് പുതിയ ടയർ റീപ്ലേസ് ചെയ്യാം. നമുക്ക് വീഡിയോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് പുതിയ ടയറും പഴയ ടയറിൻ്റെയും കണ്ടീഷൻ എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ എടുത്ത ടയർ അപ്പോളയാണ്. അപ്പോളയുടെ 300 ടയർ സൈസ്. കുറച്ച് വീതിയും കൂട്ടിയിട്ടുണ്ട്, കുറച്ച് ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. നമുക്കിത് മുതൽ ടയറിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടയർ ഇട്ടിട്ടുണ്ട്. നമ്മൾ അപ്പോളോ ടയറാണ് ഇട്ടേക്കുന്നത്. 317 ആണ് സൈസ്. കുറച്ച് നമുക്ക് ലെങ്തും കുറച്ച് ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ റൈഡിങ് കംഫർട്ട് എങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് പറയുന്നതായിരിക്കും. അപ്പം നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പം നമ്മൾ ടയർ എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തൊക്കെയാണ്. നമുക്കിന്ന് ഓടിക്കണം. അത് ഓടിച്ച് നോക്കി നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. നമുക്ക് ടയർ നമുക്ക് ഇവിടെ നമ്മൾ ടയർ വാങ്ങിച്ചത്. ഷോപ്പിൻ്റെ പേര് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം.
ആ ഷോപ്പിൻ്റെ പേര്. അപ്പം ഒരു നല്ല രീതിയിലുള്ള സർവീസാണ്. പെട്ടെന്ന് തന്നെ ടയർ നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മളപ്പോൾ ടയറൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്കിപ്പം റൈഡിങ് കംഫർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 300 17 80 100 17